ടു CC ബാങ്ക്. ഞാൻ മേഘ. CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്ന് അതൊക്കെ വായിച്ചു നോക്കി അല്ലേ? കുറച്ച് പേരൊക്കെ അങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാവും. കാരണം 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇത്രയും കാലം 160 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 80 മാർക്കാണ് ഉണ്ടായിരുന്നത്. കാലങ്ങളായിട്ട് അങ്ങനെ എഴുതി വന്ന ആളുകൾ ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ്. എന്താണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്രാവശ്യം ഉള്ളതാണ് 100 മാർക്കിന്റെ പരീക്ഷ എന്നുള്ളത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമുള്ള 100 മാർക്കിന് 100 ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു പുതിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, CSEB എന്ത് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ പലപ്പോഴും CSEBയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം, നമുക്ക് സിലബസ് വളരെ വേഗ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അങ്ങനെ മാത്രം പറയും, അല്ലെങ്കിൽ ജനറൽ നോളേജ്, അതുപോലെ തന്നെ ഇപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അങ്ങനെ മാത്രമല്ലേ പറയുന്നുള്ളൂ, കോപ്പറേറ്റീവ് ലോ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായ ധാരണ തരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമാണ് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു വസ്തുതയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ നന്നായി പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. PYQs മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ കഴിഞ്ഞ പരീക്ഷ എഴുതിയവർക്കും അറിയാം, അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കടന്നുപോയവർക്കും അത് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 100 മാർക്കിനാണെന്ന് ഞാൻ പറഞ്ഞു. 10 മാർക്ക് വീതമാണ്. ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, GKക്ക് 10 മാർക്ക്, അതുപോലെ തന്നെ റീസണിങ്ങിന് 10 മാർക്ക്, പിന്നെ കോപ്പറേഷന് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ 15 മാർക്ക്, ലോയ്ക്ക് വരുന്നതും 15 ചോദ്യങ്ങൾ 15 മാർക്ക്, പിന്നെ അക്കൗണ്ടൻസിക്ക് 20, ബാങ്കിങ്ങിന് 20. ഇങ്ങനെയാണ് മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോപ്പറേറ്റീവ് ലോ ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് ലോനെ സംബന്ധിച്ചിടത്തോളം 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 15 മാർക്കാണുള്ളത് അല്ലേ? 15 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയോ? വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. കോപ്പറേറ്റീവ് ലോയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ചുരുങ്ങിയ കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, കോപ്പറേറ്റീവ് ലോയ്ക്ക് 15 ചോദ്യങ്ങൾ 15 മാർക്ക് എന്നുള്ളതാണ് പുതിയ രീതി. അപ്പോൾ ഈ 15 ചോദ്യങ്ങളിൽ തന്നെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷനും റൂളും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ സെക്ഷൻ 18 എന്ന് പറഞ്ഞാൽ എന്താണ്, റൂള് 16 എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ആ രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഒരു ചോദ്യം, ഒന്നോ കൂടിപ്പോയാൽ ഒരു 2 ചോദ്യമോ നമുക്ക് എന്താണ് കറക്റ്റ് ഫാക്റ്റ് ആയിട്ട് സെക്ഷനും റൂളിനും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ സെക്ഷനും എല്ലാ റൂളുകളും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ആദ്യം തന്നെ പഠിച്ചു വെക്കണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, വീട്ടില് നിങ്ങൾക്ക് കാണുന്ന, നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലോ എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം, ഏത് വോളിലേക്കാണ് കൂടുതൽ നിങ്ങൾ നോക്കാൻ സാധ്യത എങ്കിൽ അത്തരത്തിലുള്ള ഒരു വോളിൽ ഒരു ചാർട്ടിൽ എല്ലാ സെക്ഷൻസും എല്ലാ റൂൾസും കൃത്യമായിട്ട് എഴുതി വെക്കാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഭേദഗതി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഭേദഗതി വന്നിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ പുതുതായിട്ട് ചില സെക്ഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷനിലും ഒക്കെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കിയിട്ട് വേണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അത്തരത്തിലുള്ളൊരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് വെക്കാം. ഡെയിലി അതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു പോവുക, ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അതിങ്ങനെ ഇന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ദിവസം കണ്ടുപോകണം. അങ്ങനെ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അതെന്താണ് തറോ ആയിക്കോളൂ കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കാരണം ആ മാർക്ക് എന്തായാലും കിട്ടുന്ന മാർക്കാണ്, അത് തീരെ കളയേണ്ട ആവശ്യമില്ല, അത് ഉറപ്പായിട്ടും കിട്ടുന്ന മാർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം, കൂടിപ്പോയാൽ ഒരു 2 ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്ഷനിൽ റൂളിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് പ്രധാനപ്പെട്ട കാലയളവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, കൃത്യമായിട്ട് ലോയിൽ ഒരുപാട് ഡേയ്സ് ഉണ്ട്. ഡേയ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡേയ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഭേദഗതി വന്നിട്ടുള്ള ഒരുപാട് ഡേയ്സ് ഉണ്ട്. അപ്പൊ ആ ഡേയ്സ് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കി, നിങ്ങളുടെ പഴയ നോട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കൃത്യമായി കറക്ഷൻ നടത്തിയിട്ട് വേണം ഡേയ്സ് പഠിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത്, രജിസ്ട്രേഷന്റെ കാര്യത്തിൽ രജിസ്ട്രാർ അത് തീരുമാനം എടുക്കേണ്ട, ഡിസ്പോസ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് എത്രയാണ്, അതിപ്പോൾ 90 days മാറിയിട്ടുണ്ട് അല്ലേ? എത്ര ഡേയ്സ് ആയിട്ടുണ്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡേയ്സിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ ഡേയ്സിനെ സംബന്ധിച്ചും ഒരു ക്വസ്റ്റ്യൻ, സാധാരണ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യും, നമുക്ക് ഡേയ്സിനെ സംബന്ധിച്ച് വരാറുണ്ട്.
അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ക്വാറം സംബന്ധിച്ച്, കാരണം ക്വാറത്തിന് വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ക്വാറം, അതുപോലെ തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി, അതിന്റെ ഒരു മെജോറിറ്റി ഇല്ലേ, ക്വാറത്തെക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു മെജോറിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ഒരുപാട് സ്ഥലത്ത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരുന്നതൊക്കെ സിമ്പിൾ മെജോറിറ്റി ആയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലത്ത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരുന്നത് ഇപ്പോഴും സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് തുടരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവുക. ഏതൊക്കെ സ്ഥലത്താണ് സ്പെഷ്യൽ മെജോറിറ്റി മാറി സിമ്പിൾ ആയിട്ടുള്ളത്, ഇപ്പോഴും സിമ്പിൾ മെജോറിറ്റി ഉള്ളത് ഏതൊക്കെയാണ്, സ്പെഷ്യൽ മെജോറിറ്റി ഉള്ളത് ഏതൊക്കെയാണ്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളും തീർച്ചയായിട്ടും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും എന്താണ് ബേസിക് ആയിട്ട് ഒരാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ ഒരു മാർക്ക് ഒരിക്കലും നിങ്ങൾ കളയരുത്. ഇതെല്ലാവരും വാങ്ങുന്ന മാർക്കാണ്. ആ മാർക്ക് ഒരു ആവറേജ് ആയി പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടും. അപ്പൊ ആ രീതിയിൽ നിങ്ങളും അത് പഠിക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ലെവൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള, കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസ് അഥവാ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. ഇവിടെയാണ് ദിസ് വിൽ ബി ദ ഗെയിം ചേഞ്ചർ. ഇതാണ് മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിർണ്ണയിക്കാൻ പോകുന്ന ഘടകം ഈ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഒരിക്കലും പെരിഫറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് നടത്തിയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രം പഠിച്ച് ശീലിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോപ്പറേറ്റീവ് ലോയിന്റെ ചോദ്യങ്ങളുടെ നിലവാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, അല്ലെ? അപ്പോൾ അത് ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതും കോപ്പറേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയ്ക്ക് ലോയിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതിന്റെ ഭാഷയ്ക്ക്, അല്ലെ, ആ ഒരു ശൈലിക്ക് ഒരു വ്യത്യാസമുണ്ട്. അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വായിച്ച് പരിചയം ഉണ്ടാവണം. അപ്പൊ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇംഗ്ലീഷിൽ അത് വായിച്ച്, ലോയിന്റെ ലാംഗ്വേജിൽ തന്നെ അത് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ വായിച്ചാൽ മാത്രം, അങ്ങനെ വായിച്ച് ശീലമുള്ള ഒരാൾക്ക് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം ഈ പരീക്ഷയിൽ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ ആക്ട്, ആ ആക്ട് അതുപോലെ തന്നെ വായിക്കണം. നിങ്ങൾക്ക് അതിന്റെ പല ക്രിസ്പായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ കിട്ടും. പല മെറ്റീരിയൽസ് എല്ലാം ഈ ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുന്ന പോലെ വളരെ ഷോർട്ട് ആയിട്ടുള്ളതൊക്കെ കിട്ടും. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്ന് ഞാൻ പറയും. ആ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ആ റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ സമയം ഒക്കെ കളയും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. ടെക്സ്റ്റിൽ നിങ്ങൾ അത് വായിച്ചു പോകണം. ഇപ്പോൾ സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 32 പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിൽ എന്താണോ അത് കൃത്യമായിട്ട് വായിക്കുക. വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും കൺസെപ്റ്റുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവുമല്ലോ, ആ പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സ്കോർ കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അങ്ങനെ ജോലിയിലേക്ക് എത്താനുള്ളൊരു മാർക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഡീപ്പായിട്ട് പഠിക്കണം. അതിന് ടെക്സ്റ്റ് തന്നെയാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ടെക്സ്റ്റ് വായിക്കുക, അതിനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇപ്പോഴും ഒരു നോട്ട് എഴുതാനെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വലിയൊരു അല്ലെ ലോനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എന്ത് പഠിക്കുമ്പോഴും ആലോചിക്കുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റണം. അതായത് പരീക്ഷയുടെ അവസാനത്തെ ഒരു 2 ആഴ്ച മുന്നെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേണം നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് തയ്യാറാക്കാൻ കേട്ടോ. അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് പുതിയ സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് അതനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ല. ഇതുപോലെ ഓരോ സബ്ജക്റ്റും നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാനായിട്ട് ഞാനും അതുപോലെ തന്നെ പ്രശാന്ത് സാറും വരുന്നുണ്ട്. ഞങ്ങൾ ഫ്രീ വെബിനാർ വരുന്നത് ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. വൈകിട്ട് 7 മണിക്കാണ് വെബിനാർ. അപ്പോൾ ഈ വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, അങ്ങനെ എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സെഷനിൽ ഡീൽ ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. അതിൻ്റെ ഗൂഗിൾ ഫോം താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഓൾറെഡി ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അഡ്മിഷൻസ്, പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു ബാച്ച് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് ഉണ്ട്. അത് കൂടാതെ ഇപ്പം നമ്മൾ എക്സാം ഓറിയൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങൾ വൈകും തോറും നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സുകൾക്കൊക്കെ അല്ലേ നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷൻ, വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ആദ്യം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട്
ഇടയിൽ വെച്ച് പഠിക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക, ഇന്ന് തന്നെ അത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെന്റർഷിപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷും മാത്സും GKയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ബാക്കിയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ആ ഒരു കാര്യം നടക്കാറില്ല. മാത്സും ഇംഗ്ലീഷും GKയും അത്രത്തോളം ശ്രദ്ധിക്കാറില്ല. ഈ കോർപ്പറേഷൻ റിലേറ്റഡ് സബ്ജക്ട്സ് മാത്രമേ ശ്രദ്ധിച്ചു പോകാറുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള ടോപ്പിക്സ് അടക്കം, ജനറൽ ടോപ്പിക്സ് അടക്കം നന്നായി ശ്രദ്ധിച്ചു പോകണം. കാരണം നിങ്ങൾക്ക് അറിയാലോ ജനറൽ ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചതെന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മാത്രമാണ് നമുക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. നെഗറ്റീവ് അടിച്ചിരിക്കരുത്, എനിക്ക് കിട്ടുമോ ഇല്ലേ, ഇത്രയും ടഫ് ആവുക അല്ലെങ്കിൽ എന്ന് വിചാരിക്കരുത്. നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രമിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ നമ്മളെ കൊണ്ട് പറ്റൂല്ലേ എന്നൊക്കെ ഉള്ളത്. ശ്രമിക്കാണ്ട് എങ്ങനെ പറയുക, ഒരിക്കലും പറ്റില്ല അല്ലേ. അപ്പോൾ വെറുതെ അങ്ങനെ ഒരു കാര്യത്തെയും തള്ളിക്കളയാതിരിക്കുക. അവസരങ്ങൾ എപ്പോഴും മുന്നിൽ വരില്ല. വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യുക, അതിനെ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് വിജയം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ആവറേജ് ആയിട്ട് പഠിച്ച ആളുകളാണ് പതുക്കെ പതുക്കെ പഠിച്ച് ജോലിക്ക് കയറാറുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ആവറേജ് ആയ ആളോ ബിലോ ആവറേജ് ആയ ആളോ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഒരു ജോലി കിട്ടാൻ. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണോ, റിവിഷൻ ചെയ്യാൻ തയ്യാറാണോ, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചോളൂ. സോ ഇത് വേറൊരു വാക്കല്ല, ഇതൊരു സത്യമാണ്. അനുഭവം ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കാം. സോ താങ്ക് യു ഓൾ.